എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകുന്നതിടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പിങ്കിയുടെ മനസ്സിലേക്ക് മാക്സിമം വിഷം കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുവാണ് കനകമ്മ. പിന്നീട് പറഞ്ഞു, ആ പവിത്ര ആ സാരി കത്തിക്കാൻ പാടുണ്ടായിരുന്നോ, അവള് മനഃപൂർവ്വം ചെയ്താ, ഇതിന് പ്രതികാരം ചെയ്യണം മോളെ, ഇതങ്ങനെ വെറുതെ വിട്ടുകൊടുത്തുകൂടാന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിങ്കി പറഞ്ഞു, അവള് മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ അവൾക്കുട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം, അതിനുള്ള സമയം വരുമ്പോൾ ഞാൻ കൊടുത്തോളാന്ന് പറയാണ്. അല്ല മോളൊന്ന് ആലോചിക്കേ, അവൾക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇവളുടെ ഇവളുടെ ഇതിലൊന്നും അല്ലല്ലോ ഈ വീട് കഴിഞ്ഞു പോന്നെ, എന്നിട്ട് അവള് കാണിച്ചു കൂട്ടിയതാ കണ്ടോന്നൊക്കെ ചോദിക്കണം. ഇത് കേട്ടപ്പോ പിങ്കി പറഞ്ഞു, അവൾക്കുട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ വേണേ അരുണിട്ട് എനിക്ക് കൊടുക്കാം. അരുണിന്റെ ജോലിയും കളയിച്ച് അവനെ വീട്ടിൽ കയറ്റി ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അവനൊന്നും ഇല്ലാത്തവനെ പോലെ വീട്ടിൽ കയറിയിരിക്കും. പിന്നെ ഒരു 100 രൂപയ്ക്ക് പോലും എന്റെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥ വരും. അത് ഞാൻ വരുത്താതെ ഇപ്പൊ ഇരിക്കുക. അങ്ങനെ ഇനി ഇവളിങ്ങനെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നെങ്കിൽ ഞാൻ അത് തന്നെ ചെയ്യുമെന്നൊക്കെ പിങ്കി പറയണം. ഇത് കേട്ടപ്പോ കനകമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. പിന്നീട് കനകമ്മയോട് ചോദിച്ചു, അല്ല നിങ്ങളുടെ മീൻവെട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞോന്ന് ചോദിക്കാം. കഴിഞ്ഞു മോളെ, എങ്കിലും ഒരു കാര്യം ചെയ്യാം, ചെന്നന്റെ സാരി ഒരെണ്ണം അയൺ ചെയ്ത് വെക്ക്, എനിക്ക് പോകാനുള്ളതെന്ന് പറയാം. ശരി എന്ന് പറഞ്ഞിട്ട് കനകമ്മ എങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം നന്ദൂട്ടിന് ആകെപ്പാടെ വിഷമിച്ച് കിടക്കുകയാണ്. അപ്പോഴാണ് ഗൗരിയുടെ ഫോൺ വരുന്നത്. പിന്നീട് നന്ദുവിനോട് ചോദിച്ചു, അല്ല നന്ദുവിന് സങ്കടമായോ, സോറി ഇട്ടോ എന്ന് പറയണം. സോറിയോ? ഞാൻ അല്ല ശരിക്കും സോറി പറയണ്ടേ, എന്റെ പപ്പ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു, ഒരു വാക്ക് പോലും പറഞ്ഞില്ല എന്ന് പറയണ. ഇത് കേട്ടപ്പോ ഗൗരിയോട്, ഞാനേ എന്റെ അമ്മയോട് സംസാരിക്കാം, നന്ദുവിന്റെ പപ്പയുടെ സംസാരിച്ചിട്ട് നന്ദുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറ. നന്ദുവിന്റെ കാല് ഭേദമാവണ്ടേ, നന്ദുവിന് റേസിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യേണ്ടെന്ന് ചോദിക്കാം. വേണമെന്ന് പറയാ. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്കാൻ പറയണ. ആ സമയത്ത് നന്ദുവിന്റെ അടുത്തേക്ക് ഗൗതം വരുന്നത്, ആരാ മോനെന്ന് ചോദിക്കുകയാണ്. ഗൗരിയാന്ന് പറയണ. അപ്പോഴേക്കും ഗൗരിയുടെ അടുത്തേക്ക് നന്ദൻ വന്നു. ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവാന്ന് പറയണം. പെട്ടെന്ന് നന്ദ പറഞ്ഞു, ഞാൻ ഫോൺ ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഞാൻ നന്ദുവിനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയണം. ഈ സമയത്ത് ഗൗതം എന്ത് ചെയ്യണം, ഗൗതം ഫോൺ മേടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഗൗരിമോളോടൊന്ന് സംസാരിക്കണം. പിന്നീട് ഫോൺ മേടിച്ചിട്ട് പറഞ്ഞു, അതെ ഗൗരിമോളെ സോറി കേട്ടോ, ആ സമയത്ത് അങ്ങനെയൊക്കെ ചെയ്തു പോയി, മോള് വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ നന്ദ ഒന്നും മിണ്ടാ നിൽക്കുകയാണ്. നന്ദയ്ക്ക് മനസ്സിലായി ഗൗതം സാറിനെ സംസാരിക്കുന്നുള്ളത്. പിന്നീട് ഗൗതം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതെ അപ്പോഴത്തെ സാഹചര്യമായിപ്പോയി, മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, നന്ദു ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം അങ്ങനെയൊക്കെ പറയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞത്തിനും നന്ദു ഇത് മിണ്ടായിരുന്നതിനും ഗൗതം ചോദിച്ചു, എന്താ മോളെന്താന്ന് മിണ്ടാത്തെന്ന് ചോദിക്കാം. ഞാൻ ഗൗരിയല്ല, ഗൗരിയുടെ അമ്മ നന്ദയാന്ന് പറയണം. ഒരു നിമിഷം ഗൗതം ഒന്ന് ഞെട്ടി. കാരണം താൻ നന്ദുവിന്റെ പപ്പയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗൗതം ഗൗരിയോട് എന്താ പോലെ സംസാരിച്ചേ. പെട്ടെന്ന് നന്ദയുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗതത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. ഗൗതം പറഞ്ഞു, നന്ദ എന്ന് വിളിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദ പറഞ്ഞു, അതെ പഴയ കാര്യങ്ങളൊന്നും കുത്തിപ്പോക്കാനായിട്ട് എനിക്കൊരു താല്പര്യം എന്ന് പറയണം. പക്ഷെ നിങ്ങളുടെ മകനാണ് നന്ദുവിന്റെ കാര്യത്തിൽ നിങ്ങൾ ചെയ്ത വലിയ ചതിയായിപ്പോയി. അവന്റെ കുഞ്ഞല്ലേ, അവന്റെ കാല് ഭേദമാകണമെങ്കിൽ ഒരച്ഛനെന്ന നിലയിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണം. വേറൊന്നും വിചാരിക്കണ്ട, നമ്മൾ തമ്മിൽ ഇപ്പോൾ ഒരു ബന്ധവുമില്ല, അറിയാലോ. മുമ്പ് നമ്മുടെ ബന്ധത്തെക്കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചിന്ത പോലും ആരുടെയും മനസ്സിലുണ്ടാവേണ്ട കാര്യമില്ലെന്ന് പറയണം. അത് കേട്ടതും ഗൗതം പറഞ്ഞു, നന്ദ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാം. ഇത് കേട്ടപ്പം ഗൗതം പറഞ്ഞു, ശരി എന്റെ മോനെ ഞാൻ കൂട്ടിക്കൊണ്ട് വരാം, എന്റെ മോന്റെ കാല് സുഖപ്പെടുത്തണമെന്ന് പറയാണ്. നന്ദ പറഞ്ഞു, അതിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്, നിങ്ങളുടെ മകനാന്നുള്ള പരിഗണന ഒന്നും വേണ്ട, സാധാരണ ഒരു കുട്ടി ഒരു പേഷ്യന്റ് അങ്ങനെ കണ്ട് ഞാൻ അവനെ ചികിത്സിച്ചോളാം, എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ അവന്റെ കാല് ഭേദമാക്കി കൊടുത്തോളാം എന്നൊക്കെ നന്ദ ഇങ്ങനെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം പറഞ്ഞു, ആയിക്കോട്ടെ, പിന്നെ പഴയ കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല, അത് വെച്ച് വൈരാഗ്യമൊന്നും കാണിക്കില്ലെന്ന് പറയണം. വൈരാഗ്യം കാണിക്കാനോ? എനിക്ക് അങ്ങനെയൊന്നും ഇല്ല ഗൗതം സാർ. പിന്നെ നിങ്ങളെ ഞാൻ കാണുന്നേ ഇപ്പൊ എന്റെ ഭർത്താവായിട്ടല്ല, കാരണം എനിക്കിനി അങ്ങനെ നിങ്ങളെ കാണേണ്ട കാര്യമില്ല, നിങ്ങള് എൻ്റെ ഒരു പേഷ്യന്റിന്റെ ഒരച്ഛൻ, അത്രയ്ക്ക് മാത്രമേ ഉള്ളൂ, അതിൽ കവിഞ്ഞ് നമ്മൾ തമ്മിലൊരു അടുപ്പമില്ലെന്ന് പറയണം. അങ്ങനെ അവർ കുറച്ച് സമയം കൂടെ സംസാരിക്കുന്ന സമയത്ത് നന്ദയുടെ കണ്ടവിടണമെന്നുണ്ടായിരുന്നു. നന്ദയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നന്ദ അതൊന്നും പുറമെ കാണിച്ചു പോലില്ല. അങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഗൗതത്തിന് സംശയം ഉണ്ടായാലും തന്റെ കാര്യത്തില് നല്ലൊരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കണം, ആ സമയത്ത് താനായിട്ട് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്നൊക്കെ കരുതിയിട്ടാണ് നന്ദ അങ്ങനെയൊക്കെ പറയണേ. പിന്നീട് കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിന് സന്തോഷമായി. നന്ദു പറഞ്ഞു, നമ്മൾ ഡോക്ടർ ആന്റിയുടെ വീട്ടിലേക്ക് പോകുമെന്ന് ചോദിക്കാം. പോകും, മോന്റെ കാല് ഭേദപ്പെടുത്തണ്ടെന്ന് ചോദിക്കണം. അത് മതി, എത്രയും പെട്ടെന്ന് തന്നെ എന്റെ കാല് സുഖപ്പെടുത്തണം, ഡോക്ടർ ആന്റിക്ക് എന്നെ സഹായിക്കാൻ പറ്റുമെന്ന് തന്നെ എന്റെ വിശ്വാസം എന്നൊക്കെ പറയണം. അങ്ങനെ നന്ദ കോള് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് തിരിയുന്ന സമയത്താണ് എന്റെ നന്ദയുടെ ഫോണിലേക്ക് കോള് വരുന്നത്. പരിചയമില്ലാത്ത നമ്പരാണ്. അങ്ങനെ കോൾ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, മനസ്സിലായ ഞാൻ ആരാന്ന്, ഞാൻ മഞ്ജുളയാണിന്ന് പറയണം. ഇത് കേട്ടപ്പം നന്ദ ഒന്ന് ഞെട്ടി. അതെ നീ അങ്ങനെ സൂചിച്ചവിടെ ഇരിക്കുമായിരിക്കും അല്ലേ,
ഏ എൻ്റെ മോൻ്റെ കാര്യങ്ങളൊക്കെ ഇത്ര സമയം ഞാൻ നടത്തുമായിരുന്നു. എല്ലാം കഴിഞ്ഞിടി എൻ്റെ മോനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞയച്ചു. എന്നിട്ട് നിന്നെ വിളിക്കാന്ന് കരുതിയാ ഞാൻ വിളിക്കായിരുന്നെന്ന് പറയണം. നീ എന്താ വിചാരിച്ചോണ്ടിരുന്നെ? ഈ മഞ്ജുള വെറുതെ ഇരിക്കുന്നോ? ഒരിക്കലും ഇല്ലടി. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂന്ന് ഞാൻ കാണിച്ചു തരാന്ന് പറയണം. ഇത് കേട്ടെന്ന് നന്ദ പറഞ്ഞു, അതെ, നിങ്ങളുടെ മകന്റെ വേർപാടിൽ എനിക്ക് വിഷമമുണ്ടെന്ന് പറയണം. ഓ വിഷമോ? അത് നിനക്കോ? ഇത് കേട്ട് നന്ദ പറഞ്ഞു, നിങ്ങളുടെ മോൻ ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ ഒരാളായിരുന്നു. കാരണം ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണതയൊക്കെ കൂടിക്കൂടി വരും. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ മകൻ അങ്ങനെ ചെയ്തതെന്ന് പറയാം. എന്റെ മകൻ അങ്ങനെ ചെയ്തു, ഞാൻ സംഭവിച്ചു. അവനെക്കുറിച്ച് എനിക്ക് ഒത്തിരി മോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവൻ ഡ്രഗ്സ് അടിക്കോ എന്ത് വേണം ചെയ്തോട്ടെ, നിനക്ക് എന്താ കുഴപ്പം? എനിക്ക് അവനൊരാളായിട്ട് കിട്ടുമായിരുന്നല്ലോ, അത് മാത്രം എനിക്ക് മതിയായിരുന്നു. പക്ഷെ നീ ചെയ്യുന്ന തെറ്റ് ഒരിക്കലും എനിക്ക് പൊറുക്കാനും സഹിക്കാനും പറ്റുന്ന കാര്യമല്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു, ഞാൻ എൻ്റെ ഡ്യൂട്ടിയെ ചെയ്തതെന്ന് പറയണം. നീ നിന്റെ ഡ്യൂട്ടി ചെയ്തോ? നിന്നെയൊക്കെ ശരിയാക്കോ, അമ്മേനെ മോളെ ഞാൻ കാണിച്ചു തരാം എന്ത് ചെയ്യൂന്ന്. നീ വാ വിട്ട് കിടന്ന് നിലവിളിക്കുന്ന ഞാൻ കാണിച്ചു തരാമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നന്ദ പറഞ്ഞു, അല്ല അത് പിന്നെ എന്ന് പറഞ്ഞ് നിർത്തുവാണ്. വേണ്ട വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ട. അല്ല ഒരു കാര്യം ചെയ്യാം, ആദ്യം നിന്റെ മോള് പിന്നെ നീയാ, അതാ ഇത്തിരിയും കൂടെ നല്ലതെന്ന് പറയണം. നിന്റെ മോള് അധികം വൈകാതെ തന്നെ ഈ ഭൂമിയിൽ നിന്ന് യാത്രയാവൂടി എന്ന് പറയണം. എന്റെ മോള്? അതേടി, നിന്റെ മോളിപ്പൊ എന്റെ കസ്റ്റഡിയിലുണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നന്ദ ഒന്ന് ഞെട്ടിപ്പോയി. നന്ദ പെട്ടെന്ന് ഫോണും കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുവാണ്. ഈ സമയത്ത് ഗൗരി അങ്ങോട്ടേക്ക് നടന്നു പോവാണ്. അപ്പോഴേക്കും മഞ്ജുളയുടെ ഗുണ്ടകൾ വിക്ടറും കൂട്ടി അങ്ങോട്ടേക്ക് വരുവാണ്. ഗൗരിയുടെ അടുത്തേക്ക് വന്നു. ആഹാ, മോളെന്താ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത്? വാ മോളെ എന്നും പറഞ്ഞ് വണ്ടിക്കകത്തേക്ക് അങ്ങോട്ട് പിടിച്ചു കയറ്റുവാണ്. ഈ സമയത്താണ് നന്ദ മോളെ എന്ന് പറഞ്ഞ് ഓടി വരുന്നേ. നന്ദ വന്നു കഴിഞ്ഞപ്പോൾ തന്റെ മോളെ പിടിച്ചു കയറ്റിക്കൊണ്ട് ഗുണ്ടകൾ പോകാൻ തുടങ്ങുന്ന കാഴ്ച കണ്ടേ. എന്റെ മോളെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചെല്ലാൻ തുടങ്ങിയപ്പോഴത്തേനുമാണ് ഗൗതത്തിന്റെ കാർ അങ്ങോട്ടേക്ക് വരുന്നേ. ഗൗതം പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരുവാണ്. ഈ സമയത്ത് നന്ദ എന്ത് ചെയ്തു? നന്ദ എന്റെ മോളെ തടാന്ന് പറഞ്ഞുകൊണ്ട് അവന്മാരോട് ചെന്ന് വഴക്കുണ്ടാക്കുവാണ്. നന്ദയുടെ കയ്യിൽ അവന്മാര് ബലം പിടിച്ചു. മാറി നിക്കണേ അങ്ങോട്ടെന്നൊക്കെ പറയണം. നന്ദ പക്ഷേങ്കില് മാറി നിന്നില്ല. എന്റെ മോളെ തന്നിട്ട് പോടാന്ന് പറഞ്ഞിട്ട് ബലപ്രയോഗം നടത്തുവാണ് അവിടെ. അപ്പോഴേക്കും നന്ദുവിനെ അവന്മാര് പിടിച്ചു തള്ളി. ഗൗതത്തിന്റെ അരിയിലേക്ക് നന്ദ വന്ന് വീഴുവാണ്. ഗൗതം ഒരു നിമിഷം ആലോചിച്ചു, പിന്നെ അങ്ങോട്ട് പാഞ്ഞു ചെല്ലുവാണ്. എടാന്ന് പറഞ്ഞിട്ട് ആ ഗുണ്ടകളെ രണ്ടാമത്തിനും പഞ്ഞിക്ക് ഇടുവാണ്. പഞ്ഞിക്കിട്ട് പറഞ്ഞു, നീ എന്തൊക്കെയാടെ കാണിക്കണമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, അതൊക്കെ ചോദിക്കാൻ നീ ആരടാന്ന് ചോദിക്കണോ? ഓ, നീ ആയിരിക്കും ഇപ്പോഴത്തെ പുതിയ കക്ഷിയില്ലേ? ഇത്രയും നാളും നിർമ്മൽ എന്ന് പറയുന്ന ഒരുത്തിന്റെ വെപ്പാട്ടിയായിട്ട് ഇവള് കഴിഞ്ഞുകൊണ്ടിരുന്നാന്ന് പറയണം. ഗൗതത്തിന്റെ പിടി കഴിഞ്ഞു. ഇത്ര സമയം അവന്മാരെ പഞ്ഞിക്ക് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഗൗതം. പക്ഷെ ഒരു നിമിഷം ഗൗതം ഞെട്ടിപ്പോയി. ആ പറയുന്ന വാക്കുകളെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദ ഇങ്ങനെ ദയനീയമായിട്ട് ഗൗതത്തിന്റെ മുഖത്തേക്ക് നോക്കണം. പുതിയ ആള് വന്നത് കൊള്ളാം, നീ ആള് കൊള്ളാലോടാന്നൊക്കെ പറയണം. ഗൗതത്തിന് ഇതിൽ പല സന്തോഷമില്ല. ആ സമയം അവന്മാര് മുതലെടുത്തു. അവന്മാര് ഗൗതത്തിനിട്ട് അടിക്കുവാണ്. പക്ഷെ ഗൗതം തിരിച്ചൊന്നും അടിക്കുന്നില്ല. മനസ്സിലേറ്റ ഷോക്ക് അതിനേക്കാളും വലുതായിരുന്നല്ലോ. പിന്നീട് ഒരുത്തൻ ഓടി ഇങ്ങോട്ട് ഒരു കത്തി അങ്ങോട്ട് കുത്തിയിറക്കുവാണ് ഗൗതത്തിന്റെ വയറിലേക്ക്. ഗൗതം നിലവിളിച്ചോണ്ട് അങ്ങോട്ട് ബോധം കിട്ടി വീഴുവാണ്. പിന്നീട് ആ ഗുണ്ടകൾ കയറി രക്ഷപ്പെട്ടു. ഈ സമയം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നന്ദ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ഒരു നിമിഷം നന്ദ ഇങ്ങനെ നോക്കുന്നു. പിന്നീട് പെട്ടെന്ന് തന്നെ ഗൗതത്തിനെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ നടത്തണം. അപ്പം ഗൗതത്തിനെ കുറച്ച് ചോരയും കാര്യങ്ങളൊക്കെ വാർന്നു പോയിട്ടുണ്ട്. മുറിവ് ഡ്രസ്സ് ചെയ്യാൻ പറ്റുമൊക്കെ വേണം. അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും വേണം. അപ്പം അതിനായിട്ട് വരുവാണ്. പിന്നീട് വീട്ടിൽ വന്നതിന് ശേഷം ഗൗതത്തിന് മുറിവൊക്കെ ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് എല്ലാം ശരിയാക്കുവാണ്. അപ്പോഴേക്കും ഗൗരി വന്നിട്ട് ചോദിച്ചു, അല്ല കുറയുവോ അമ്മയെന്ന് ചോദിക്കണം. പിന്നെ കുറയാതെ എത്രയും പെട്ടെന്ന് തന്നെ കുറയുമെന്ന് പറയണം. നന്ദു പറഞ്ഞു, എൻ്റെ അച്ഛനെ എത്രയും പെട്ടെന്ന് കണ്ണു തുറന്നാൽ മതിയായിരുന്നു, എനിക്ക് സഹിക്കുന്നില്ല എന്ന് പറയണം. സാരമില്ല നന്ദൂട്ടൻ പേടിക്കാതിരിക്കുക, എല്ലാം ഇപ്പൊ തന്നെ ശരിയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നന്ദുവിനെ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയത്ത് പിങ്കി എന്ത് ചെയ്യാണ്? കുളിയെല്ലാം കഴിഞ്ഞു വന്നു. കുളിയെല്ലാം കഴിഞ്ഞു വന്നിട്ട് സിന്ദൂരം അണിയാനായിട്ട് സിന്ദൂരം എടുത്തു. അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് മോഹിനി വരുന്നത്. മോഹിനി പറഞ്ഞു, എന്നാലും പിങ്കി മോളെ നിന്റെ കാര്യം കുറച്ച് കഷ്ടമുണ്ടെന്ന് തൊട്ട് പറയണം. എന്ത് കഷ്ടം? അല്ല ഇത്രയൊക്കെ ആയിട്ടെ. ഇത് കേട്ട് ജീവിതത്തിനും പിങ്കി വെച്ചു, അല്ല മോഹിനി ചെറിയമ്മയ്ക്ക് എപ്പോഴും എന്നോടൊരു കഷ്ടമാണല്ലോ, എന്താ കാര്യം എന്താ? അത് പിന്നെ നിനക്ക് ഗൗതത്തിന്റെ കൂടെ പോകാൻ പറ്റിയില്ല അതുകൊണ്ട്. ഓ അതാണ് കാര്യം. അതിനകത്തൊന്നും വലിയ കഥയില്ലെന്നേ. അതൊക്കെ ഇനി പിന്നീട് പോവാം, ഇനി സമയമുണ്ടല്ലോ എന്ന് പറയാം. എന്നാലും നിന്റെ പോക്കും മുടക്കിയത് അതെ സുമംഗലാടത്തിയാന്ന് എനിക്ക് തോന്നിയത് പറഞ്ഞ. സുമംഗലാടത്തിയോ? അതെ. അല്ല അമ്മ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? അല്ല നിങ്ങൾ രണ്ടും കൂടെ പോകുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട്, ഒരു പക്ഷെ അർജുന്റെ ഭാര്യയായിട്ട് നിന്നെ എപ്പോഴും കാണാനായിരിക്കും അവൾക്ക് താല്പര്യം, അതുകൊണ്ടായിരിക്കും എന്ന് പറയണം. ഇത് കേട്ടപ്പം നന്ദ പറഞ്ഞു, അങ്ങനെ ഒരിക്കലും വരാൻ വഴിയില്ല. സുമംഗലാമ്മ അങ്ങനെ ഒരു ആളല്ലെന്ന് പിങ്കി പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മോഹിനി പറഞ്ഞു, പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല, എനിക്ക് അങ്ങനെയൊക്കെ തോന്നേ, ഇതൊക്കെ സുമംഗലയുടെ കള്ളത്തരമാണെന്ന് എനിക്ക് തോന്നേ. അല്ലെങ്കിൽ മോള് ചെന്നിട്ട് വരുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം പിങ്കി ഒന്ന് നോക്കി അവരെ. പിന്നീട് മോഹിനി അങ്ങോട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് പിങ്കി കുങ്കുമം വെക്കാൻ തുടങ്ങണം. പെട്ടെന്ന് കുങ്കുമച്ചപ്പ് കയ്യിൽ നിന്ന് ചാടിപ്പോയി. കുങ്കുമച്ചപ്പ് താഴെ വീണ് ശബ്ദം കേട്ടിട്ട് മോഹിനി തിരിഞ്ഞു നോക്കുന്നു. തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും
കുങ്കുമം വെച്ചപ്പോ താഴെ കിടക്കുന്നു. പെട്ടെന്ന് മോഹിനി ഇങ്ങോട്ട് ചെന്നു. ദൈവമേ, ഇതെന്താ സംഭവിച്ചേ? ഇതൊന്നും ഒരിക്കലും പാടില്ലാത്ത കാര്യമാണെന്ന് പറയണം. ഭർത്താവിന് എന്തോ ആപത്ത് വരാൻ പോണു, അതാണ് സൂചിപ്പിക്കണേന്ന് പറയണം. ഇത് കേട്ടത് പിങ്കി പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം. അങ്ങനെയൊന്നും ഇല്ല, നീ ഒരു കാര്യം ചെയ്യും, ഗൗതത്തിനെ ഒന്ന് വിളിച്ചു നോക്ക് എന്ത് പറ്റിയെന്ന്, അപ്പോഴറിയാലോ എന്ന് പറയണം. പിന്നീട് പിങ്കി ഗൗതത്തിനെ വിളിക്കാൻ തുടങ്ങും. പിങ്കിയുടെ മനസ്സിൽ ആ പാടെ അസ്വസ്ഥതകളുണ്ട് കൂടി. ഒരു പക്ഷെങ്കിൽ ഇനിയിപ്പോൾ അവർ പറഞ്ഞാൽ തന്നെ ഗൗതം സാറിന് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടായിരിക്കോ, ഈ കുങ്കുമം താഴെ വീണ എന്തുകൊണ്ടാണ് എന്നൊക്കെ പിങ്കി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ. ഇതിന് ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.